കുട്ടീനെയും കൊണ്ട് ഡേക്കറിൽ പോവാണ്. 2.5 മാസങ്ങൾക്ക് ശേഷം. രാത്രി വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങി. മോള് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനകത്ത് തേനൊഴിച്ച് കഴിക്കണം കേട്ടോ. എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. മോളും എണീറ്റു. ഡേക്കറിലേക്കെന്ന് അറിയാവോ? ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ അവർക്ക്. ആ ഷൂസ് ഇട്ടിട്ടുണ്ട്. അകത്ത് കയറാൻ പറ്റത്തില്ലാന്ന്. അകത്ത് കയറാൻ പറ്റത്തില്ല. ആ താക്കൊന്നും കുറച്ച് നാക്ക് വേണ്ട. താക്കോല് വേണ്ട. വാ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് സമയത്ത് പോണം കേട്ടോ. പപ്പ പോണേ. ഇന്ന് രാവിലെ സണ്ണി ഡേ ആണെങ്കിൽ പോലും തണുപ്പുണ്ട്. +9 ഡിഗ്രിയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ബെറ്റർ ആവും. ആദ്യമേ ചിക്കുനെ കൊണ്ടുവരണം. യസക്കുട്ടിയുടെ ഡേ കെയർ ചേഞ്ചായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഡേ കെയർ റിനോവേഷൻ വർക്ക് കാരണം വേറെ സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ അതുവരെ ചിക്കുൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഡേ കെയർ. അപ്പോൾ ആദ്യമേ ചിക്കുനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കൊച്ചിനെ ഡേ കെയറിൽ കൊണ്ടുവിടാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകണം. അത് കഴിഞ്ഞ ശേഷം ചിക്കുനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പിള്ളേരെല്ലാവരും സ്കൂളിൽ പോകുന്നതുകൊണ്ടും സെക്യൂരിറ്റി ഡേ കെയറിൽ ഒക്കെ പോകുന്നതുകൊണ്ട് ചിക്കുവിന് സുഖമായിട്ട് ഒരു 3 മണി വരെ കിടന്നുറങ്ങാൻ പറ്റും. സെക്യൂരിറ്റി നമ്മളെവിടെ പോവാ? വല്ല അറിയുന്നുണ്ടോ? നമ്മൾ ഡേ കെയറിൽ പോവാ. മെഡിക്കനായിട്ട് ഇരിക്കുവോ? എല്ലാവരുടെയും കൂടി കളിക്കുവോ വെച്ച്? കളിക്കണം കേട്ടോ. ആക്ച്വലി എസക്കുട്ടിയുടെ ഡേ കെയർ ആണ് ഈ കാണുന്ന, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്. ആ നേരെ എൻ്റെ കാണുന്നതാണ് ചുക്ക് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല്. ശരിക്കും പറഞ്ഞാൽ എളുപ്പമുണ്ട്. പക്ഷേ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എസക്കുട്ടി എല്ലാ ദിവസവും ഡേ കെയറിൽ പോകുന്നത് മൺഡേ ടു ഫ്രൈഡേ രാവിലെയാണ്. അതായത് രാവിലെ 7 മണി മുതൽ ഒരു വൈകുന്നേരം 3 മണി വരെയാണ് പോകുന്നത്. പക്ഷേ മറ്റേത് നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം എനിക്കാണെങ്കിലും പെട്ടെന്ന് കൊണ്ടുവിട്ടിട്ട് എനിക്കാണെങ്കിലും പോകാമായിരുന്നു, കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ വരെ വരണമെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. എന്നാപ്പാ അമ്മ ഇപ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് എസക്കുട്ടി ഡേ കെയറിൽ പോകണം, അതറിയാവോ? എസക്കുട്ടി നോക്കിയേ. 3 4 5 6 7 8 9 10 1 കഴിഞ്ഞിട്ടല്ലേ 2 1 2 3 4 വാക്ക് ടുക്ക് വന്നോ? എനിക്ക് പേടിയായിട്ടൊന്നല്ലേ ജയ. എങ്ങനെ ഇവരെ കൊണ്ടുവിടി ജയ? എനിക്കറിയില്ല. ഇന്ന് പൊളിച്ചെടുപ്പ്. ദൈവമേ മതി. രാത്രിയിലും ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ ഒരു 4 മണി കഴിഞ്ഞിട്ടും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നോർമൽ റൗണ്ട്സും നോർമൽ ആൻറ്റിബയോട്ടിക്സും അങ്ങനെ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി മുഴുവൻ രാത്രി നൈറ്റിലും അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ കാണുന്ന ബിൽഡിംഗ് ആട്ടോ, തൊട്ടടുത്ത് തന്നെ. അങ്ങോട്ട് വണ്ടി കയറുമെന്ന് എനിക്കറിയില്ല. എന്റെ മസിൽ കൊളുത്തി പിടിച്ചു. Yes, can we go and see where the cars are? Yeah. It's okay.
താങ്ക് യു. യെസ്. പരിചയമുള്ള ടീച്ചർമാരാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അല്ല അവനത് അതൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ സന്തോഷത്തോടെ പോകുമ്പോൾ നമുക്ക് അത്രയും ഒരു വിഷമമില്ല. ചുമന്ന് അല്ല പഴയ ടീച്ചർമാർ വരുന്നുള്ളൂ, വരുമായിരിക്കും ഇവിടെ കുറച്ച് കഴിയുമ്പോഴേക്കേ. പക്ഷെ അവന് ഓർമ്മയുണ്ടാവില്ലല്ലോ, ഇത്ര നാളായില്ലേ. ഇത്ര നാളായില്ല. നോക്കാം. ടെൻഷൻ തൊണ്ടയൊക്കെ വരല്ലോ. എന്ന് ലീവ് എടുത്താലോ, അപ്പൊ നാളെ അവന് വിടണ്ട. അങ്ങനെ വിടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അവൻ അത് ശീലിക്കണ്ടേ. എത്ര നാൾ വിടാണ്ടിരിക്കാൻ പറ്റും? എന്തായാലും ശീലിക്കട്ടെ. എന്തായാലും 2 ദിവസത്തെ കാര്യമുള്ളതേ. 2 ദിവസം കഴിയുമ്പോഴേക്കും അവന് അവിടെ പോയി കളിക്കാനും അവന് കളിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. അവനവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല ചിരിച്ച് കളിച്ച് പോകും. എന്തോ കാറുകളുടെ സെക്ഷൻ കാണിച്ചപ്പോഴേക്കും പുള്ളി കരച്ചിൽ നിർത്തി. അതൊരു ഇങ്ങനെ തുറന്നിരുന്ന പെട്ടെന്ന് പിന്നെ അവന് സമയം കിട്ടിയില്ലല്ലോ, പെട്ടെന്ന് പരിചയമില്ലാത്തവരുടെ അടുത്തേക്കല്ലേ പോയത്. ലൈഫ് അങ്ങനെയാണ് മോനെ. നമ്മള് കുറേ നാള് ഡ്യൂട്ടിക്ക് പോകാതെ ലീവായിട്ട് ഇരുന്നിട്ട് പിന്നെ അങ്ങ് ചെല്ലുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അതായത് ലാംഗ്വേജും വർക്കും ആ ഒരു റുട്ടീനിലോട്ട് കയറുന്നതിൻ്റെ ഒരു ഭയങ്കര ഹാർഡാണ്. പക്ഷെ ലീവ് എടുക്കാതെ ഇങ്ങനെ ആ ഷിഫ്റ്റ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. അങ്ങനത്തെ ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ പണിക്ക് പോകുക തന്നെ വേണം. പണിക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കും. പോകാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും പാടാണ്. വീട്ടിലും പാട് അല്ലേ, എല്ലായിടത്തും പാടാം. പാടോട് പാട്. വിശക്കുന്നില്ലേ ചെയ്യാം. വിശക്കുന്നത് പിള്ളേർക്ക് ഞാൻ കോൺഫ്ലെക്സ് പഴം ഒക്കെ ഇട്ട് വെച്ചിട്ട് പോന്നു. പിന്നെ അവരിപ്പോൾ കഴിച്ചോളൂ. മാളിന് 8 മണിക്കല്ലേ. എന്താണ് ഒരു ചെറിയ സങ്കടം ഉണ്ടോ? ഡേ കെയറിൽ പോയിട്ട് കുഴപ്പമില്ലായിരുന്നു. കുറച്ചു നേരം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു. പുള്ളി ഫുഡ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഫുഡിനൊക്കെ മുഖത്തിരിപ്പുണ്ട്. പോവാം നമുക്ക്. കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ചെന്നിട്ട് കുറച്ചു നേരം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പുറത്തായിരുന്നു. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അവിടെയുള്ള ബെറീസ് ഒക്കെ പറിച്ച് തിന്നു പറഞ്ഞു അല്ലേ. ബെറീസ് ഇന്ന് കൊച്ചി ഡേക്കറി പോയിട്ടാ പുറത്ത് പോയപ്പോ ബെറി തിന്നു ടീച്ചർ പറഞ്ഞു. പുറത്ത് പോവാം. വീട്ടിൽ പോ. മമ്മീനെ കാണണോ? ഇവിടെ എല്ലാരും പിടിച്ചു പറിയാണ്. ഇപ്പൊ ഓരോരുത്തർ ഓടി ഓടി വരുവാണ്. വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിന് ഇപ്പുറം തന്നെ ഓരോരുത്തർ ഫുഡ് ഇരിപ്പുണ്ട്. അവന്റെ മോൻ കഴിപ്പിക്കട്ടെ മോനെ. അവൻ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ചെന്നപ്പോ. കൊച്ചു കഴിച്ചു. ഇവനെ പുറത്ത് ഡേ കെയറിൽ നിന്ന് കൊണ്ടായി കഴിഞ്ഞ സമയത്ത് പുറത്ത് നമ്മുടെ ഇതേപോലത്തെ മരം ഉണ്ടല്ലോ, അത് അടുത്ത ആള് പൊങ്ങി ചലി വന്നേക്കുന്നത്. ഷൂസ് വരട്ടെ. ചേട്ടാ മമ്മ ഒരു പക്ഷെ ഇട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ സ്കൂള്? ഹെവി ഡേ. ഇവിടെ നോക്കി അമ്മടെ നേരെ നോക്കി. പിണങ്ങിയ ചക്കര കൊത്തിയില്ലായിരുന്നോ? പൈവക്കൊത്തി സൂപ്പർ ആയിരുന്നോ? ഇഷ്ടപ്പെട്ടായിരുന്നോ? അവിടെ പോയി ബെറിയൊക്കെ പറിച്ച് തിന്നു കേട്ടല്ലോ. അവരുടെ വേലിപ്പുറത്തുള്ള ബെറിയൊക്കെ പറിച്ച് തിന്നു കേട്ടല്ലോ. കാണുന്ന എല്ലാം ബ്ലൂബെറി ആണോ? എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ? ലോങ് ഡേ ആയിരുന്നോ? കിട്ടിയോ? തുടങ്ങി ബാക്ക് ടു സ്റ്റഡി റിയാലിറ്റിയിലോട്ട് കയറിയപ്പോ റിയലി എന്നായിരുന്നു ഫുഡ് കഴിച്ചേ? സോസേജും പൊട്ടറ്റോ സ്മാഷ് ചെയ്തു.
സോറി. അയ്യോ ഇപ്പോൾ വൈറ്റ് പാസ്ത അത്യാവശ്യം ഹിറ്റായിരുന്നതുകൊണ്ട് വൈറ്റ് ചിക്കനിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ക്രീം ചീസിനകത്ത് ഇന്നലത്തെ സെയിം സാധനം തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വൈറ്റ് ചിക്കൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിലേക്ക് കുറച്ചുകൂടെ ക്രീമും കൂടെ ചേർത്ത് പാഴ്സലിയുടെ ലീവ്സൊക്കെ ഇട്ട് നല്ലതായിട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാസ്ത വേവിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മൈദയ്ക്കകത്ത് മുട്ടയും പാലൊക്കെ ചേർത്ത് പാൻ കേക്ക് പോലെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ബട്ടറിൽ സ്പ്രെഡ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് ഇത് വെച്ച് ലവ് ലെറ്റർ എന്ന് പേരിട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? തേങ്ങയിൽ പഴം, ഏലക്ക, ജീരകം, പഞ്ചസാര ഒക്കെ ചേർത്ത് ഇങ്ങനെ ഫില്ലിംഗ് പോലെ മിക്സ് ചെയ്ത് വയ്ക്കും. അതിൻ്റെ അകം ശരിക്കും കുക്കാണെങ്കിൽ ഇപ്പോൾ ഫില്ലിംഗ് വെച്ചിട്ട് മടക്കിയിട്ട് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മുരിച്ചെടുത്തു. കരഞ്ഞു എന്തിനിങ്ങനെ കരഞ്ഞു വെള്ളം കൂട്ടുന്ന കുഞ്ഞ്? ഇത്ര അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? അത് പാപ്പ അമ്മ ഉണ്ടാക്കി തരൂലേ? പാപ്പ ഇച്ചിരി നേരം പോകാവോ? ചേച്ചിയുടെ കൊടുത്തിപ്പോ കളിച്ചോ, ആ ചേട്ടൻ്റെ കൊടുത്തിച്ചല്ല. നല്ല മോനല്ലേ? എന്നാലും അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബേബിനെ കാണാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആലോചന ഉണ്ട്. നമുക്ക് ലീവ് ഒത്തുവരുന്നത് ഈ വീക്കെൻഡിലേ ഉള്ളൂ. അപ്പം നാളെ നൈറ്റ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബേബിനെ കാണാൻ പോവുകയാണേ. അപ്പം പിള്ളേർ ഇതിനെക്കുറിച്ച് ഡിസ്കഷനിലാണ്. ഒരിച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം കുറേ ഇടണ്ട, അപ്പോൾ എടുത്തതിന് മാറ്റി വെച്ചോ. ഒറ്റ ഇതെടുത്താൽ മതി, സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോൾ വൈറ്റ് പാസ്ത ഉണ്ടാക്കിയാലും അതിൽ സ്പിനാച്ച് ചേർക്കുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടാട്ടോ. എന്നതാ വേണ്ടിയേ? ചക്കയുടെ കയ്യിലുള്ളത് വേണോ? ഒരിച്ചിരി ഇട്ട് കൊടുത്തേ മോനെ. കെച്ചപ്പ് വന്നോണോ ചോദിക്കുന്നത്? അത് എന്നാ എൻ്റെ ലവ് ലെറ്റർ ആണ്. ലവ് ലെറ്റർ ഇത് ലവ് ലെറ്റർ. ചൂടുണ്ടാ? ഡേ കെയർ ഫസ്റ്റ് ഡേ അതിൻ്റെ ടാൻഡ്രയായി കാണുന്നത് ഫുള്ള്. ഇഷ്ടമായോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് മാളു? ഇത് നല്ല, പക്ഷെ ടൂ മച്ച് കോക്കനട്ട് ഉണ്ട്. ആണോ? ലവ് ലെറ്റർ എന്ന് പറയുമ്പോഴാണ്. ചക്കയ്ക്ക് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പഴം ബോക്സിന്റെ ടേസ്റ്റ് ഒന്നോ? ലവ് ലെറ്റർ എന്നതിന്റെ വരെ ഇതിന് ലവ് ലെറ്റർ എന്ന് പറയും. എനിക്ക് സ്നേഹമില്ല, ഞാൻ ഇപ്പോഴും വഴക്കൂടുന്നൊക്കെയല്ല പരാതി. എന്റെ പിന്നെ ലവ് ലെറ്റർ സ്നേഹിച്ചേക്കാന്ന് ഓർത്തു. എന്നോട് ഞാൻ പറഞ്ഞു ലവ് ലെറ്റർ ഉണ്ടാക്കുന്നത്, ലവ് ലെറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 3-4 എഴുതി ഞാൻ വായിച്ചോളാം. അതുകൊണ്ടാണ് നീ 2-3 ലവ് ലെറ്റർ വായിക്കാൻ മാത്രം വെച്ചിട്ടുണ്ട്. നല്ലതാണ്, ഇഷ്ടമായോ? അടിപൊളിയാ. അതിന്റെ അകം ഒന്ന് കാണിച്ച്. നല്ല ജ്യൂസിയാ. പഴം വെച്ച് ചെയ്ത സാധാരണ തേങ്ങയും പഞ്ചസാരയും ഏലക്കയും ജീരവും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതില് പഴം വെച്ച പോലെ നട്ട്സ് ഒക്കെ പൊടി ചേർത്താൽ നല്ല കുറച്ചുകൂടെ ഹെൽത്തിയാ. നാളത്തേക്ക് പിള്ളേര് ഉടുപ്പൊക്കെ എടുത്ത് വെച്ചോ? പാക്ക് ചെയ്തോണ്ട് മതി. ഇട്ടോണ്ട് വന്ന് കൂടാണ്ട് ഒരു നല്ല ഡ്രസ്സും ഒരു നൈറ്റ് ഡ്രസ്സും മാത്രം. അല്ലേ, ഒരു ഡ്രസ്സ് മതി, ഇടുന്ന ഡ്രസ്സ് മതി. വെറുതെ നമ്മൾ എന്തിനാ കൊണ്ടുപോകും? ഇൻ കേസ് ആക്സിഡന്റ് മോശമായി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. ഒരു നല്ല ഡ്രസ്സ് കൂടി ഇരിക്കട്ടെ. കട്ടൻ കൂടുതൽ, ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ. ഓരോ മിനിറ്റ് മസിൽ സ്ട്രെങ്ത് ചെയ്യാൻ തുടങ്ങിയില്ല. നാളെ തിങ്കളാഴ്ച മേലാണ്. കൊച്ചു ഡേക്കിൽ പോകാൻ തുടങ്ങിയില്ലോ. എന്തുകൊണ്ട് ജിമ്മിലൊക്കെ തിങ്കളാഴ്ച തുടങ്ങും. എത്ര നാളായി? 2 മാസമായി പോയിട്ട്. ഈ ജിമ്മൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരെ നിർത്തി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കോച്ചി പിടിക്കും. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ഇപ്പം ആരംഭിക്കാം. ഇനിയിപ്പോൾ നാളെ നമ്മൾ പോയിട്ട് ലവ് ലെറ്റർ വായിക്കാൻ അടിപൊളിയാ. പണ്ട് ലവ് ലെറ്റർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കാല്ലേ. കട്ടിയുള്ള ലവ് ലെറ്റർ ആദ്യം വായിക്കാം.
ഞാനിങ്ങനെ ആപ്പ് ഇപ്പല്ലോ വല്ലപ്പോഴും കൊടുക്കില്ല. ബാറ്ററിനകത്ത് മുട്ടയും പാലും ചേർത്ത് കുഴച്ച്, വെള്ളം ചേർത്തില്ല. കുറച്ച് ഉപ്പ്. ഇന്നത്തെ വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ ഡേക്കറി പോകണം, അതുകൊണ്ട് നേരത്തെ കിടത്തുവാണ്. ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വരാം, അവന് പോകാൻ 15